അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ പ്രതിരോധിക്കാൻ തങ്ങൾ ആന്റി വാർഷിപ്പ് ക്രൂസ് മിസൈൽ വികസിപ്പിച്ചെടുത്തതായി ഇറാൻ അവകാശപ്പെട്ടു. കഴിഞ്ഞ ദിവസമാണ് മേഖല ഒരു യുദ്ധത്തിന്റെ രീതിയിലേക്ക് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക തങ്ങളെ ലക്ഷ്യമാക്കും എന്ന് ഇറാൻ തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവരെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഇറാന്റെ വിദേശകാര്യ വകുപ്പ് തന്നെ പ്രസ്താവനയിൽ പുറപ്പെടുവിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്തുകൊണ്ട് പറയുകയും ചെയ്തത്. തങ്ങൾ വികസിപ്പിച്ചെടുത്ത ആന്റി വാർഷിപ്പ് ക്രൂസ് മിസൈൽ സുരക്ഷിതമായ രീതിയിൽ കടലിന്റെ അടിയിൽ ഉറങ്ങുകയാണ്. ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനമാണ് തങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. കപ്പലുകളെ തകർക്കാൻ പാകത്തിൽ ഈ മിസൈലുകളെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലാണ്. 600 മൈൽ അഥവാ 1000 കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ലക്ഷ്യം തേടാൻ വേണ്ടിയിട്ട് സാധിക്കും. മിസൈലിന്റെ അഗ്രഭാഗത്ത് സ്ഫോടക വസ്തുക്കൾ നിറക്കാൻ പാകത്തിലുള്ള സംവിധാനവും ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. ശത്രുവിന്റെ യുദ്ധക്കപ്പൽ നരകത്തിലെത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. തീർച്ചയായിട്ടും ലക്ഷ്യം കാണും എന്നുള്ളത് കൃത്യമായ രീതിയിലുള്ള പരീക്ഷണാടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതാണ്. ഒമാൻ കടലിൽ പല ഘട്ടങ്ങളിലായി തങ്ങൾ പരീക്ഷ നടത്തിയിട്ടുണ്ട്. 5 മിനിറ്റിനുള്ളിൽ ലോഞ്ച് ചെയ്യാൻ പാകത്തിലാണ് ഇതിന്റെ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തെക്കൻ തീരത്ത് നിന്ന് ഹോർമൂസ് കടലിന്റെ ഭാഗങ്ങളിൽ ഇതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും തങ്ങൾക്ക് നിലവിലെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നു. മറ്റ് പല കേന്ദ്രങ്ങളിലും പല മേഖലകളും ഇതിനു വേണ്ടിയിട്ട് തങ്ങൾ സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. പേർഷ്യൻ കടലും അതോടൊപ്പം തന്നെ ഒമാൻ കടലും ഞങ്ങളുടെ ലക്ഷ്യമാണ്. ഈ മേഖലയിലാണ് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ പടക്കപ്പലുകളും യുദ്ധക്കപ്പലുകളും തങ്ങൾക്കെതിരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് പാഞ്ഞു നടക്കാറുള്ളത്. അവരെ നിയന്ത്രിക്കുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമാണ്. 2000 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലുകളും തങ്ങൾ സംവിധാനിക്കുകയും സുരക്ഷിതമായിരിക്കുന്ന മേഖലയിൽ അത് ഒതുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാഖ് യുദ്ധത്തിന് ശേഷമാണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ച് തങ്ങൾ ആലോചിച്ചത്. അതേക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ വിദേശകാര്യ വകുപ്പിന്റെ ഭാഗമായിട്ട് തന്നെ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഇത്തരം വിപ്ലവകരമായിരിക്കുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ലോകത്താകമാനമുള്ള സൈനിക ശക്തിയും ബലവുമുള്ള രാജ്യത്തെ വെല്ലുവിളിക്കാൻ മാത്രം പാകത്തിൽ ഇറാൻ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം ഉദ്ദേശിച്ചത് സൈനികപരമായ രീതിയിലാണ്. അങ്ങനത്തെ ആ ചെറിയ രാജ്യം വളർന്നു വന്നതിന്റെ കാരണം എന്താണ് എന്ന ചോദ്യത്തിനാണ് വിദേശകാര്യ വകുപ്പ് മറുപടി നൽകിയത്. ഇറാഖ് യുദ്ധത്തിലാണ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത്. യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു രാജ്യമായിരുന്നില്ല ഇറാൻ. പേർഷ്യ ആയിരുന്ന കാലത്തൊക്കെ ഒരുപാട് യുദ്ധങ്ങളും അതിന്റെ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ കണ്ടതുകൊണ്ട് ഇറാൻ എന്ന് പറയുന്ന രാജ്യം സംവിധാനിക്കപ്പെട്ടതോടുകൂടി യുദ്ധമേഖലയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അതിന്റെ ഇടയിലാണ് പൊടുന്നനെ ഇറാഖിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നു. അതിന്റെ പ്രതിരോധ സംവിധാനവുമായി ബന്ധപ്പെട്ട് വല്ലാത്ത രീതി ഞങ്ങൾ പ്രയാസപ്പെട്ടു. സാമ്പത്തികപരമായ വലിയ തകർച്ചയുണ്ടായി. 8 വർഷം യുദ്ധം ചെയ്യേണ്ടി വന്നു. 10 ലക്ഷം മനുഷ്യരെങ്കിലും മരണപ്പെട്ടു. ഞങ്ങളത് യുദ്ധത്തിലേക്ക് പൊടുന്നനെ വലിച്ചയച്ചതാണ്, തങ്ങളായിട്ട് യുദ്ധം ഉണ്ടാക്കിയതല്ല. അതിനുശേഷം പിന്നീട് സൈനികപരമായിരിക്കുന്ന ശക്തി കൂട്ടുക, പ്രതിരോധ സംവിധാനങ്ങൾ കൂട്ടുക, തങ്ങളുടെ ദേശവും ദേശത്തിന്റെ അതിർത്തി വരമ്പുകൾ സംരക്ഷിക്കുക, ഇതിന് തങ്ങൾ വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകി. അതിന് വലിയ രീതിയിലുള്ള ബജറ്റുകൾ മാറ്റിവെച്ചു. ഇത് തൃപ്തിയാവാതെ അല്ലെങ്കിൽ ഇത് അങ്ങനെ ശരിയല്ല എന്ന് പറഞ്ഞതോടുകൂടി അമേരിക്ക വലിയ രീതിയിലുള്ള ഉപരോധം കൊണ്ടുവന്നു. ആ ഉപരോധം ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള അനുഗ്രഹമായി. ഉപരോധത്തെ മറികടന്നുകൊണ്ട് തങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കിക്കൂട്ടി. ഇപ്പോൾ നടക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട്, അതായത് യുക്രൈൻ റഷ്യ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ എന്ന് പറയുന്ന ലോകത്തിലെ വൻ ശക്തിയുള്ള രാജ്യത്തെ സൈനികമായി സഹായിക്കുന്നത് പോലും തങ്ങളാണ് എന്ന് ലോകത്തിന് അറിയാവുന്ന തരത്തിൽ ഞങ്ങൾ ഈ ആയുധ സംവിധാനം ആധുനികപരമായും കാലോചിതപരമായും മാറ്റം വരുത്തിക്കൊണ്ട് നിർമ്മിക്കപ്പെട്ടു എന്നുകൂടി അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. ട്രംപിന്റെ വരവിനെ കുറിച്ച് പിന്നെ രണ്ടാമത്തെ രീതിയിലുള്ള പരാമർശം പറയുന്നു. ട്രംപിന്റെ വരവ് ഒരു ശുഭ സൂചനയായിട്ട് തങ്ങൾ കാണുന്നില്ല. തീർച്ചയായിട്ടും ട്രംപ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശത്രു ആയിരിക്കുന്ന വ്യക്തി തന്നെയാണ്. ഞങ്ങളുടെ സൈനിക കമാൻഡറെ കൊല്ലാൻ വേണ്ടി നേരിട്ട് ആഹ്വാനം ചെയ്യുകയും പ്രഖ്യാപനം നടത്തുകയും ചെയ്തത് ഇതേ ട്രംപ് തന്നെയാണ്. അദ്ദേഹം മുൻപ് അമേരിക്ക ഭരിച്ചിരുന്ന കാലത്ത്. അങ്ങനെയാണ് കാസിം സുലൈമാനി, ഞങ്ങളുടെ സമുന്നതനായിരിക്കുന്ന സൈനിക കമാൻഡർ
കൊല്ലപ്പെട്ടത് ലൈവായ രീതിയിൽ നോക്കിക്കണ്ട ഒരു വ്യക്തി എന്ന നിലക്ക് അയാളോട് ഞങ്ങൾക്ക് ക്ഷമിക്കാൻ വേണ്ടി പറ്റുകയില്ല. ട്രംപ് ഏറെക്കുറെ ഇറാനൊക്കെ നോക്കിക്കാണുന്നത് ഇങ്ങനത്തെയാണ്. എൻ്റെ നേരെ 2 പ്രാവശ്യം വധശ്രമം ഉണ്ടായി. ഞാൻ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. ഇലക്ഷൻ സമയത്തുണ്ടായിരുന്ന വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ചെവിക്ക് വെടികൊണ്ടിരുന്നു. ഞാൻ മഹാഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അതിന്റെ പിന്നിൽ ഇറാനാണോ എന്ന് ഞങ്ങൾക്ക് സംശയിക്കുന്നു എന്ന തരത്തിലൊക്കെ അന്ന് തന്നെ പ്രസ്താവന വന്നിരുന്നു. പിന്നീട് അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ചാരസംഘവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ നടക്കുന്നു. അമേരിക്കൻ ചാരന്മാർ അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ചാരന്മാർ ഇറാനിലുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും വാർത്താ പ്രാധാന്യത്തോടു കൂടി പറയപ്പെട്ടതാണ്. അത് ഇറാൻ തന്നെ അവകാശപ്പെട്ടിട്ട് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ചാരസംഘം ഞങ്ങളുടെ രാജ്യത്തിന്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. സമാനമായ രീതി ഇവർ പറയുന്നുണ്ട്, അമേരിക്ക പറയുന്നുണ്ട് ഇറാന്റെ ചാരസംഘം ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല സൈനിക മേഖലയിൽ പോലും ഇറാന്റെ ചാരന്മാരുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഈ ഒരു അഭിപ്രായം ഇസ്രായേലും പറഞ്ഞിട്ടുണ്ട്. സൈനിക മേഖലയുമായി ബന്ധപ്പെട്ടവരിലോ ഇറാന്റെ ചാരന്മാരുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അതിന്റെ കാര്യം എന്ന് പറയുന്നത് പല ഘട്ടത്തിലും ഗൗരവപരമായിരിക്കുന്ന പല രഹസ്യങ്ങളും ചോർന്നു പോകുന്നുണ്ട്. അത് എങ്ങനെയെന്നതിനെ കുറിച്ച് യാതൊരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചത് മിസൈൽ 181ഓളം മിസൈൽ പായിച്ചതുമായി ബന്ധപ്പെട്ട വിവരത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ 40-ലധികം മിസൈലുകളും മരുഭൂമിയിൽ പോയി പൊട്ടിയതായിരിക്കുന്ന വിവരം പുറത്തു വന്നു. അത് ലക്ഷ്യം ഇല്ലാത്തത് കൊണ്ടും ഒരു കൃത്യമായിരിക്കുന്ന ഉദ്ദേശം വെച്ചല്ല ഈ ആക്രമണം നടത്തിയത് എന്നും അന്ന് ഇസ്രായേൽ പത്രങ്ങളൊക്കെ സ്ഥിരീകരിക്കുകയും അഭിപ്രായപ്പെടുകയും ചെയ്തു. വല്ലാതൊന്നും കഴിയാത്ത രീതിയിൽ എന്തിനാണ് ഈ മിസൈലുകൾ, പിന്നീട് വന്ന ചർച്ച എന്ന് പറഞ്ഞാൽ ഈ 40 മിസൈൽ കഴിഞ്ഞാൽ ബാക്കി ശേഷിക്കുന്ന മിസൈൽ വളരെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണുകയും അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും മരണവും റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ കൃത്യലക്ഷ്യം കണ്ടുകൊണ്ട് 140 ചില്ലാനും മിസൈലുകൾ ഒരേ കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ വ്യത്യസ്ത കേന്ദ്രങ്ങളിലെ കൃത്യമായിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് പതിച്ചിട്ടുണ്ടെങ്കിൽ ഈ 40 മിസൈൽ മരുഭൂമിയിൽ പോയി പതിച്ചത് എന്തിനാണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള രീതിയിലേക്കൊക്കെ ടൈംസ് ഓഫ് ഇസ്രായേലൊക്കെ അഭിപ്രായം പറയുകയും ചെയ്തു. പിന്നീട് വന്ന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ ആളൊഴിഞ്ഞ മരുഭൂപ്രദേശം പോലെയുള്ള മേഖലയിലാണ് ഇസ്രായേലിന്റെ ആണവ വസ്തുക്കൾ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള വിവരം ഇറാന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഏത് മേഖലയാണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഏകദേശം ഉദ്ദേശത്തോടു കൂടി ഈ മേഖല ആക്രമിച്ചു കൊണ്ടേയിരുന്നത്. 40ഓളം മിസൈലാണ് അങ്ങനെ ആ മേഖലയിൽ വീട് പൊട്ടിയത് എന്നാണ് റിപ്പോർട്ടൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് ആണവ സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കപ്പെടുകയോ സൂക്ഷിക്കപ്പെടുകയോ ചെയ്തിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, ആയുധപരമായിരിക്കുന്ന സംഭവങ്ങൾ സൂക്ഷിച്ച മേഖലയെക്കുറിച്ച്, സൈനികരുടെയും മൊസാദിന്റെയും കേന്ദ്രത്തെക്കുറിച്ച് ഇതെല്ലാം വിവരങ്ങൾ ചോർന്നു പോയിരിക്കുന്നു. ആ വിവര ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ അത് ഇറാന്റെ ചാരന്മാർ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നു എന്നതാണ് എന്ന് പിന്നീട് ഇസ്രായേൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായം പറഞ്ഞതാണ്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിലും ഇസ്രായേലിലും യഥാർത്ഥത്തിൽ ഇറാന്റെ ചാരന്മാരുണ്ട് എന്ന് സംശയിക്കപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇറാന് നേരെ അമേരിക്കയുടെ ഒരു യുദ്ധം ഉണ്ടാവുമെന്ന് ഇറാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ യുദ്ധം ഉണ്ടാവുക കടൽ തീരത്ത് വെച്ചിട്ടാണ്. ആ കടൽ തീരം ലക്ഷ്യമാക്കിക്കൊണ്ട് അവരെ ആക്രമിക്കുകയും അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതിനപ്പുറമായ രീതിയിൽ പറയുന്ന കാര്യം ശത്രുവിന്റെ യുദ്ധക്കപ്പൽ നരകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സംവിധാനങ്ങളും ഞങ്ങൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതിൻ്റെ കടലിൻ്റെ അടിഭാഗവും പർവ്വതത്തിൻ്റെ അടിഭാഗവും ഉപയോഗിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടത് ബങ്കറുകളിൽ സുരക്ഷിതമാണ്. അതിനെ ആക്രമിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുടെ സാങ്കേതിക വിദ്യക്കോ ഇസ്രായേലിന്റെ സാങ്കേതിക വിദ്യക്കോ സാധിക്കുകയില്ല. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അല്ലെ ഇറാന് നേരെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ചരിത്രത്തിൽ അവർ ഇതുവരെ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ നാശങ്ങളും നഷ്ടങ്ങളും അവർക്കുണ്ടാവുമെന്നും മിഡിൽ ഈസ്റ്റിൽ നിന്ന് അവർ പുറന്തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാൻ ഈ വിഷയത്തെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു വെക്കുകയാണ്.